ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പെസഹ പാലും പെസഹാപ്പും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ രാവിലെ പച്ചരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ടു. പച്ചരി ഒരു ഒരു 1.5 കപ്പേ ഞാൻ എടുത്തോളൂ, കാരണം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് കുറച്ച് മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ട് രാവിലെ തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് വളരെ കുറച്ച് മതി കേട്ടോ. അതായത് ഒരു 1/4 കപ്പ് പോലും വേണ്ട, ജസ്റ്റ് ഒന്നൊരു മയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നത്. അപ്പം വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത്. ചിലയിടത്ത് വേറെ രീതിയിലായിരിക്കും. ചിലയിടത്ത് അപ്പം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇവിടെ അപ്പവും പെസഹ പാലുമാണ്. അപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് കുടിച്ച് പ്രാർത്ഥിച്ച് ശുദ്ധിയായതിന് ശേഷം വേണം അപ്പം ഉണ്ടാക്കാൻ. കുടുംബത്തിലെ മൂത്ത വ്യക്തി വേണം, അതായത് സ്ത്രീകളിൽ ആരാ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പം 3 പേരും തന്നെ താമസിക്കുന്നതുകൊണ്ട് ഞാനുണ്ടാക്കി. അപ്പോൾ പച്ചരി കുതിരാൻ വെച്ച അതിനകത്ത് തന്നെ ഞാൻ ജീരകം കൂടി ഇട്ട് അരച്ചു. പിന്നെ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഫുള്ള് തേങ്ങ ഞാൻ എടുത്തു. മയമൊക്കെ വരാൻ വേണ്ടി നല്ലതാണ് അതും. പിന്നെ ഉഴുന്ന് വേറെയാണ് അരച്ചെടുത്തത്. ഉഴുന്ന് വേറെയായിട്ട് അരച്ചു. അത് കഴിഞ്ഞ് ഞാൻ ശർക്കര പാനിയാക്കി വെക്കുകയാണ്. ശർക്കര നമ്മൾ പെസഹ പാലുണ്ടാക്കാൻ വേണ്ടി പാനിയായിട്ട് വെക്കണം. ഞാൻ മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ അരച്ചെടുത്തിട്ട് മാവിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. റെസിപ്പി വേണമെങ്കിൽ ഞാൻ വേറെ ഇടാം, പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ആദ്യം പച്ചരി നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ ഞാൻ ഉഴുന്ന് വേറെയാണ് അരച്ചതെന്ന് പറഞ്ഞല്ലോ, അത് അരച്ച് അതിലേക്ക് തന്നെ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചതാണ് ഒഴിക്കുന്നത്, ആ ഒരു ഇതിലേക്ക് ഒഴിക്കുന്നു. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അമ്മയുണ്ടായിരുന്നു കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ, എനിക്ക് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് തേങ്ങ അരച്ചതാണ്. തേങ്ങ അരച്ചതും കൂടി അതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അത് മിക്സ് ചെയ്ത് കിട്ടുമ്പം കുറച്ച് കട്ടിയുള്ള ഇഡ്ഡലി മാവിൻ്റെ ഒരു പോലെ ഇരിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ഇത് വരത്തുള്ളൂ. തേങ്ങ ഞാൻ കരിക്കല്ല, ഇളം തേങ്ങയാണ് ഉപയോഗിച്ചത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു രുചിയൊക്കെ വരും. അതുകൊണ്ട് അതായിരുന്നു ഉപയോഗിച്ചത്. വേണമെങ്കിൽ ചിലർ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇടും കേട്ടോ. പിന്നെ ചിലർ തേങ്ങ കൊത്തിടും. ഞാൻ അതൊന്നും ഇട്ടില്ല. അതൊന്നും ഇല്ലാതെ കഴിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു മാവിങ്ങനെ എടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട് അമ്മ, അവിടെ നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നത്, അതിനൊക്കെ മറുപടി പറയുകയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പം ഇപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും, കാരണം പുളിപ്പിക്കാൻ പാടില്ല മാവെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പുളിച്ച മാവിലല്ല അപ്പം ഉണ്ടാക്കേണ്ടത്, പുളിക്കാത്ത മാവിലാണ് പെസഹ അപ്പം പുഴുങ്ങിയെടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇപ്പം തന്നെ അപ്പം ഉണ്ടാക്കും. അങ്ങനെ ഞാൻ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചു. ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കണം മാവ്. അതിലേക്ക് ഇനി ഞാൻ ഉപ്പാണ് ഇടുന്നത്. ചിലയിടത്ത് ഇങ്ങനെ അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്, അതല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പെസഹാപ്പമാണ് ഉണ്ടാക്കുന്നത്. ഉപ്പിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നെയ്യ് തടവി ഒരു പ്ലേറ്റിലേക്ക്, പിന്നെ കുരിശൊക്കെ വരച്ചിട്ടാണ് അപ്പം എടുത്ത് വെച്ചത്. എന്താണെന്ന് വെച്ചാൽ അപ്പം ഒരിക്കലും വെടിച്ച് കീറി പോകാനോ ഒന്നും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദോഷമാണ്. നമ്മുടെ ദൈവം അത് നമുക്ക് എന്തെങ്കിലും അപകടം നമ്മുടെ വീട്ടിൽ വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സൂചനയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് അപ്പത്തിനൊന്നും പറ്റില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്ത് വെച്ചത്. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ ശർക്കര ഉരുക്കി. ഇതിനുള്ള പാനി തയ്യാറാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ഞാൻ ഉരുക്കിയത്. അപ്പം ശർക്കര ഉരുക്കി വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് പെസഹ പാൽ കാച്ചുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അപ്പം ഉണ്ടാക്കി. അപ്പത്തിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെന്തോന്നൊക്കെ കുത്തിയിട്ട് നോക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പള്ളിയിൽ പോയി കേട്ടോ. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി. കുർബാനയൊക്കെ കഴിഞ്ഞാണ് പിന്നെ വന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയാണ്. മഴ കഴിഞ്ഞ് കിടക്കുന്ന റോഡാണ് കാണുന്നത്. മഴ പെയ്യണം എന്നാണ് നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് മഴ പെയ്യണം എന്നാണ്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാൽ കാച്ചുന്നത്. അതുകൊണ്ട് ഞാൻ പുതിയ പാത്രമൊക്കെ വാങ്ങി. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വിശുദ്ധിയോടെ വേണം ചെയ്യാൻ. അപ്പം ഈ പാൽ കാച്ചുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുരക്തത്തിന് സമാനമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ
പുതിയ പാത്രമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടാണ് ഞങ്ങളുമായിട്ട് പാല് കാച്ചാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചു. നമ്മുടെ ഓശാന ദിവസം കിട്ടുന്ന ഓല വേണം. ഓല, പിന്നെ 1-ാം പാല്, 2-ാം പാല്, ശർക്കരപ്പാനി, പാളയംകോടൻ പഴം, ഏലക്ക, ചുക്കുപൊടി, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. എന്നിട്ട് ഞാൻ അതെല്ലാം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തുടങ്ങുന്നത് പാല് കാച്ചാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ദൈവത്തെയൊക്കെ വിളിച്ച്, കാരണം ഒന്നും ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, നമുക്ക് പരിചയക്കുറവും ഉണ്ട്, അതുകൊണ്ട് ദൈവം സ്വീകരിക്കണേ എന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിച്ചത്. പിന്നെ കുറച്ച് അരിപ്പൊടി വേണം കേട്ടോ, അത് പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു. അങ്ങനെ ആദ്യം നമ്മളൊരു 2 സ്പൂൺ അരിപ്പൊടി ഇടും. അതിലേക്ക് 2-ാം പാലൊഴിച്ച് കട്ടയില്ലാതെ ഇളക്കിയെടുക്കും. അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ ഇതിങ്ങനെ ഇളക്കണം. അരിപ്പൊടി ഒന്ന് വേകാനൊക്കെയുള്ള സമയമാണിത്. അതുപോലെ അത് നന്നായിട്ട് തിളയ്ക്കണം. ഇതെല്ലാം ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം ചിലരിടാറില്ല, നമ്മളൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് പഴം ഇടും. പഴം ഇട്ട്, പാളയംകോടൻ പഴം തന്നെയാണ് ഇതിന് നല്ലത്. പഴം ഇട്ട് ചെറിയ കഷ്ണങ്ങളാക്കി പഴം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്നും കൂടി ഒന്ന് അത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിളയ്ക്കാൻ അനുവദിക്കേണ്ട, നമ്മളിങ്ങനെ ചൂടാക്കിയാൽ മതി. അത് കഴിഞ്ഞ് 1-ാം പാലും ചുക്കുപൊടിയും ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ അപ്പം ഇതിൽ മുക്കി നമ്മൾ കഴിക്കും. നമ്മുടെ വീട്ടിലെ മൂത്ത ആളാരാണോ ആൾ വേണം അപ്പം മുറിക്കാൻ. 12 കഷ്ണങ്ങളാക്കി അപ്പം മുറിക്കണം. ഈശോയുടെ 12 ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അച്ചാച്ചനായിരുന്നു മുറിച്ചത്. ഞങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥൻ അച്ചാച്ചനാണല്ലോ, ഞങ്ങൾ 3 പേരും കൂടെ താമസിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ മുറിച്ചിട്ട് ആദ്യം കുഞ്ഞിനാണ് കൊടുത്തത്. ഞങ്ങളങ്ങനെ പീസാക്കിയിട്ട് മുറിച്ച് അതിന് ശേഷം ഈ പാനിയിൽ മുക്കിയിട്ട് വേണം ഇത് കഴിക്കുവാൻ. അങ്ങനെ പെസഹ പാലൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും കഥ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. ഈസ്റ്ററിൻ്റെ ഒരു തിരക്കാണ്. അത് കഴിയുമ്പോഴത്തേക്ക് കഥയൊക്കെ വരും കേട്ടോ. ഞാൻ ശനിയാഴ്ച തൊട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ്.